സംശയമായിരിക്കും വേണ്ട. കാരണം ഞാൻ ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് പാസ്സായി എന്ന് വിചാരിച്ചാൽ ഡോക്ടർ സ്വർഗത്തിലൊന്നും കിടക്കില്ല കേട്ടോ, ഡോക്ടർ നരകത്തിലേക്കായിരിക്കും പോക്കട്ട. എന്തൊരു വിചാരിച്ചാൽ ഡോക്ടർ വിചാരിച്ചാൽ ഞാൻ തന്നെ ദുനിയാവിൽ വലിയ ആളെന്നാണ്. അത് ആടെ പുരക്ക് പറഞ്ഞ മതി. അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നിസ്സായ പണിയാണ് അവർ ചെയ്യുന്നതെന്നാണ് ഇസ്ലാം നീതിമായ പറഞ്ഞു. മനസ്സിലാക്കണം. ബഹുമാനക്കണം. ദുനിയാവിൽ വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുക്കണമെന്നും അവിടെ രക്ഷപ്പെടില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞ ഒരു ഡോക്ടർ, ഒരു വിദഗ്ധമായ ഡോക്ടർ, ഇതാ ഈ നമ്മൾ ഈ പിന്നെ വിരലിന് കുറേ പിന്നെ വരലിട്ട് തന്നിട്ടില്ലേ, ഇതെന്തിനാ, ഇതിൽ ഓരോ ഇതുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ് ഇവിടെ പിന്നെ വിദഗ്ധമായൊരു ഡോക്ടർ പറഞ്ഞ് ഞങ്ങളെ വിരൽ മുറിക്കണം, അത് ഇവിടെ മുറിക്കണ്ടു എന്ന് ഡോക്ടർ എഴുതി. ആ ഡോക്ടർ എന്താണ്, ഈ വിരലെ അങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ കൈ പൊട്ടപ്പെടുന്ന. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ കാലും കൈ എത്ര പോകണം? സ്ഥലം നിയമമാണത്. നമ്മൾക്ക് തോന്നിയ പോലെ പിന്നെ ഓപ്പറേഷൻ ചെയ്യാനോ തോന്നിയ പോലെ കൊല്ലാനുള്ളതല്ല മനുഷ്യനെന്തോ ബഹുമാനിച്ചിട്ടുണ്ട്. അത് ബഹുമാനം കൊല്ലലല്ല. അപ്പം അതുകൊണ്ട് ബഹുമാനമുള്ള മോമിനി ഞാൻ പറഞ്ഞു വരുന്നതാ, ഇന്ന് നമ്മൾ ആധുനിക സജ്ജീകരണങ്ങൾ വരെ നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കഴിഞ്ഞില്ല. പിന്നെ ആ 1 മുതൽ എല്ലാം ഇഞ്ചക്ഷനും വെച്ച് പിന്നെ നോക്കുമ്പോൾ കുട്ടി എന്നെ എന്ത് അംഗവൈല്യത്തിൽ എല്ലാം എന്തെല്ലാം ഞാൻ ഭാഷയൊന്നും കളിക്കില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരികയാണ്, അത് ബഹുമാനമുള്ള മോമിനിങ്ങളെ നമ്മൾ അപകടത്തിലേക്ക് ചെന്ന് വരികയാണ്. എല്ലാം നമ്മൾ കാറ്റുപരുത്തി നമ്മൾ ദീനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നിലയിലാണ് നമ്മളെ കാര്യങ്ങൾ നീക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസവുമില്ല. എല്ലാം എന്താ ആധുനിക ഈ രീതിയിലുള്ള പാശ്ചാത്യം വിസ്താരത്തിലേക്കാണ് നമ്മൾ നീയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ 1 മുതൽ 10 വരെ എന്തായി അങ്ങ് നോക്കി. ഡോക്ടർ ലാസ്റ്റ് 7-ാം തീയതി പിന്നെ മാസം വന്ന് ഒരു സ്കാൻ എടുക്കണം. അന്നേരം കുട്ടിയൊന്നും താറാറില്ല. പിന്നെ 9-ാം തീയതി പിന്നെ മാസം 9 ആകുമ്പോൾ ഒന്ന് വരണം. നോക്കി സ്കാൻ എന്ന് എടുക്കണം. സ്കാൻ എടുത്തിട്ട് നോക്കുമ്പോൾ പറയുന്നത് എന്താ, കുട്ടിൻ്റെ വില കാഞ്ഞങ്ങാടും പിന്നെ കാല് കാസർഗോഡുകാരുള്ളത്. എന്താക്കണം? 9-ാമത്തെ മാസം സ്കാൻ എടുത്തിട്ട് ഡോക്ടർ പറയാണ് കുട്ടിൻ്റെ തല കാഞ്ഞങ്ങാടും പിന്നെ കാലോ കാസർഗോഡും. എന്താക്കണം? കുട്ടിനെ കൊല്ലേ വേണ്ടി എന്നെ മേടിക്കേ വേണ്ട. ബഹുമാനമുള്ള മോമിനിങ്ങളെ എത്ര അപകടമാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്താണ് പ്രസവിക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് തങ്ങളെ പിന്നെ ഡോക്ടറുടെ ഡേറ്റ് പറഞ്ഞതാണ്. ആയിക്കോട്ടെ, ഡോക്ടറുടെ ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് കഴിഞ്ഞാൽ ഞങ്ങളെ അപ്പോൾ എന്താക്കണ്ടേ, നീ എന്തോ ആക്കണ്ട, എനിക്ക് വിശ്വാസം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾ പറയുന്ന വിശ്വാസമുണ്ട്, ഒരു പ്രശ്നമില്ല. അങ്ങനെ എന്നാൽ നീ ഒന്നും പേടിക്കണ്ട, ബദരീങ്ങൾ വരെ യാസീനോദ, പ്രസവിക്കുന്നവരെ യാസീനോദ, പ്രസവം വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട. അപ്പോൾ എത്രയാവാം? അങ്ങനെ അദ്ദേഹം ഡോക്ടറുടെ ഡേറ്റ് കഴിഞ്ഞു. ഡോക്ടർ 18 കഴിഞ്ഞ് 20 കഴിഞ്ഞ് 22 കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 28 പറഞ്ഞ് നോക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രസവമില്ല. വീണ്ടും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞ് യാസീനോദ് സമയമാകുമ്പോൾ പ്രസവിച്ചോളൂ, അത് നിങ്ങൾ ആരെ തിരക്കൊന്നും വേണ്ട, പക്ഷേ ഈ ഓപ്പറേഷൻ ചെയ്യരുത്, ഇമാൻ വേണം, ഇമാൻ ഉണ്ടെങ്കിലേ രക്ഷപ്പെടും. അപ്പോൾ പിന്നെന്തായി പോയി നോക്കുമ്പോൾ അടുത്ത മാസം 28ആയി. ഇത് ഭയങ്കര അപകടമാണ്. 9 മാസം കഴിഞ്ഞ് 10-ാമത്തെ മാസം 28 പോയപ്പോൾ എന്നോട് പറഞ്ഞു തങ്ങളെ, ഞാൻ പറഞ്ഞു പ്രസവിച്ചോളൂ, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊള്ളുക, അള്ളാഹുൽ ഭാരം ഏൽപ്പിച്ചുകൊള്ളുക. അള്ളാഹു തന്ന സാധനം ഒരു കേടില്ല. എനിക്കും നിങ്ങൾക്കും ചിലപ്പം അറിവുണ്ടാവും, അള്ളാഹ്ക്കും അറിവില്ല. അപ്പം എന്താ അങ്ങനെ പോയി ഞാൻ നാട്ടിലേക്ക് വന്നു. അന്ന് വേദന കിട്ടി. അപ്പം മോൻ കുറച്ച് ചെറുപ്പക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ എനിക്ക് ഫോണാക്കി. എൻ്റെ ഫോൺ എപ്പോഴും എന്താണ് ഓഫിലാണ്, ഞാനും ഓഫിലാണ്, അതും ഓഫിലാണ്. അന്ന് കളാക്ക് അത് തുറന്നു. അപ്പം ചിലയാൾ നേർച്ചയാക്കുന്നു തങ്ങളെ ഫോണ് തുറന്നു കിട്ടാൻ യാസീൻ ബദരീങ്ങളെ പോകുന്നുണ്ട്, ചിലവരുണ്ട്. അങ്ങനെ എന്താണ് അദ്ദേഹം എന്തോ കാരണം ഞാനത് തുറന്നു വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ പറഞ്ഞു തങ്ങളെ എൻ്റെ ഭാര്യ വേദന വന്ന്. നിങ്ങൾ പോയിക്കോ, പ്രശ്നമില്ല, ഓപ്പറേഷൻ ചെയ്യരുത്, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, സമയമാകുമ്പോൾ പ്രസവിച്ചോളൂ, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുത്തൂർ എന്താണ് അവിടെ ടൗണിൽ ഒരു ഡോക്ടർ നഴ്സിംഗ് ഹോമിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇപ്പം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ 2 കുട്ടിയും ഒന്നുകിൽ ഉമ്മ കൊടുക്കും അല്ലെങ്കിൽ കുട്ടിയും മരിക്കും. അപ്പോൾ ആ മഹാൻ പറഞ്ഞ് എൻ്റെ ഭാര്യയാണ്, നിങ്ങളെ ഭാര്യയല്ല, ഡോക്ടറെ ഭാര്യയല്ല, എൻ്റെ ഭാര്യയാണ്, മരിച്ചോട്ടെ, നിങ്ങൾക്ക് കഴിയുമോ?
ഓപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഭാര്യയാണ്, നിങ്ങളുടെ ഭാര്യയല്ല, മരിച്ചോട്ടെ എന്നാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടുന്ന് സാധിക്കില്ലെങ്കിൽ കൊണ്ട് ഉടനെ ഓന അങ്ങോട്ട് കൊണ്ടുപോയി. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഇതേ സ്വഭാവം പറഞ്ഞു, ഒന്നിക്കൽ ഉമ്മ മരിക്കും, അല്ല കുട്ടി മരിക്കും, അല്ലെങ്കിൽ രണ്ടും മരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഈ ഭർത്താവ് പറഞ്ഞ് ഇതെൻ്റെ ഭാര്യയാണ്, മരിക്കുന്നെങ്കിൽ രണ്ടും മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധ. അപ്പം ഞാനും ഫോൺ തുറന്ന് വെച്ചു, കാരണം ഇതൊന്നും എനിക്ക് അറിയണമായി, ഇല്ല അറിയണമല്ല എന്താണെന്ന്. അദ്ദേഹം രണ്ടാമതും വിളിച്ച് പറഞ്ഞ് തങ്ങളിങ്ങനെ പറഞ്ഞു, ഞാൻ ഒന്നും പേടിക്കണ്ട, സമയമായിട്ടില്ല, സമയമാകുമ്പോൾ പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയി കാറിൽ ഡിസ്ചാർജ് കളിയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ഇതേ സ്വഭാവമാണ് പറഞ്ഞത്. ഏത് ഒന്നിക്കലും ഒരിക്കും അല്ലേ ഇപ്പോൾ രണ്ടും മരിച്ചോട്ടെ, എൻ്റെ ഭാര്യ എന്നിട്ടെന്നാണ്. അപ്പം എന്നോട് വീണ്ടും ഫോണാക്കി ചോദിച്ചു, തങ്ങളിങ്ങനെയാണ് പറഞ്ഞു, ഒന്നും നിങ്ങൾ പേടിക്കണ്ട, ഈമാനം തങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ അപ്പുറം ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇരിക്കട്ടെ. അപ്പം അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി. നാലാമത്തെ ഹോസ്പിറ്റലിൽ പിന്നെ വീട്ടിലെത്തി പറഞ്ഞു, പുത്തൂർ കഴിഞ്ഞ് വീട്ടിൽ എത്ര മണിക്കാ പ്രസവവേദന വന്നെന്നറിയോ? 10 മണിക്ക് വന്ന പ്രസവവേദന 2:30 മണിക്ക് പുത്തൂർ പിന്നെ വീട്ടിലെത്തിയേരം പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഇപ്പോൾ പ്രസവിക്കുന്ന സമയമായി പറഞ്ഞു. പ്രസവിച്ച് കുട്ടിയാണാണ്, ഒരു പ്രശ്നമില്ല. അപ്പം ഇപ്പോൾ 10:30 മണിക്ക് വന്ന വേദന 2:30 മണിക്ക് പ്രസവിച്ചു. നോക്കണം, ഈമാൻ വേണം, കുറച്ച് ഈമാൻ വേറെ വേണം. പറയുന്നത് അങ്ങൾക്കുമില്ല, പറയുന്ന ഉസ്താദന്മാർക്കുമില്ല, ആർക്കുമില്ല. പക്ഷെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ട് ഞാൻ പോയപ്പോൾ പിന്നെ ഒരു സ്ത്രീ വന്നു, എൻ്റെ വന്ന് ഒരൊറ്റ കരച്ചിൽ. ഞാൻ വെച്ച് പടച്ചോനെ ശീത്താൻ പിടിച്ചു പോയാൽ റബ്ബേ, എൻ്റെ കാലിൽ വന്നിട്ട് വീണ് തരിയുന്നതാണെന്ന്. ഞാൻ ശീത്താൻ പിടിച്ചു പോയി. അപ്പോൾ ഞാൻ വെച്ച് ഈ കുട്ടി പിന്നെ സ്ത്രീയുടെ പിന്നെ ഭർത്താവില്ലേ, ഞാൻ തന്നെ ഞങ്ങളെന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ച്, ഇല്ല എൻ്റെ പിന്നെ ഭാര്യ ഗർഭിണിയാണ്. എന്തായി പറ്റി? അല്ല ഡോക്ടറെ അടുത്ത് പോയാൽ എത്ര മാസം? 5 മാസം, അല്ല 6 മാസം. എന്നിട്ട് ഡോക്ടറെ അടുത്ത് ഒരു സ്കാൻ എടുത്ത് നോക്കിയപ്പം പറഞ്ഞ് അതിൽ തലയുമില്ല, ഭാരവുമില്ല, ഒന്നുമില്ല. പിന്നെന്താ ഭൂത? തലയും പാലും ഒന്നുമില്ല എന്ന് സ്കാൻ എടുത്തപ്പം പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് സ്കാൻ എടുത്ത് നോക്കിയപ്പം പറഞ്ഞു അതിൽ തലയുമില്ല, കാലുമില്ല, കണ്ണുമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്ത് ഭൂത? അവളാകെ ഓൾ മരിക്കാത്ത ഭാഗ്യോ അല്ല കാത്ത്. എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചോദിച്ച്, നിങ്ങൾക്ക് ആദ്യം ഇടേണ്ട പൊടി നിങ്ങൾക്ക്, രണ്ടാമത്തെ ഇടേണ്ട ഡോക്ടർക്ക് ഇടാൻ കഴിയുമോ എന്ന് വെച്ചു. ഈമാൻ തെറ്റിക്കുന്ന പണി, വിശ്വാസം. ഞാൻ പിന്നെ ചോദിച്ചു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുലാണോ വിശ്വാസം, അതല്ല ഡോക്ടറിലാണോ വിശ്വാസം എന്ന് ചോദിച്ചു. ഉണ്ടെന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞ് ഒരു കണ്ണുണ്ട്, താലുണ്ട്, വയ്യുണ്ടെന്ന് പോയിക്കോ. പിന്നെ യാസീൻ ഓതാൻ കഴിയുമെന്ന് വെച്ചു. ഓതാൻ. എന്നാൽ ബദരീങ്ങൾ ഇവർക്ക് യാസീൻ, പ്രസവിക്കുന്നവരെ ബദരീങ്ങൾ ഇവർക്ക് എന്താണ് യാസീൻ ഓതി, ഒരു പ്രശ്നവും വരില്ല. അതും അറിയില്ല. ഇങ്ങനെയാണ് കൂടെ മറിയം സൂറത്ത് ഓതിക്കോളും, വളരെ നല്ലതാണ്. വെള്ളം വെച്ച് മറിയം സൂറത്ത് നിങ്ങൾ ഊതി വെള്ളം കുടിച്ച് വയറിന്മേലെ നിന്ന് തടയാൽ ഒരു പ്രസവത്തിന് ഒരു താറാറുണ്ടാവില്ല, ഓട്ടോമാറ്റിക് പ്രസവം ഉണ്ടാവും. അങ്ങനെ ആ വീട്ടിനോട് പോയിട്ട് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. പിന്നെണ്ട് ആ സ്ത്രീ കുട്ടിയും കൊണ്ടുവരുന്നു. തങ്ങളെ ഞാൻ പിന്നെ ഈ തങ്ങ പറഞ്ഞാൽ ഭൂതമുണ്ടെന്ന് പറഞ്ഞ ഇത് തന്നെയാണ്. ഇത് ഭൂതവുമില്ല, കാലുണ്ട്, തലയുണ്ട്, എല്ലാം ഉണ്ട്. പ്രസവിച്ച് വന്നു. ഇതാണ് നമ്മൾ ഈമാൻ നെറ്റി നിലക്കുള്ള യന്ത്രസ്വാമികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മോമിനിങ്ങളെ ബദരീങ്ങളെല്ലാം നമ്മൾ തവസ്സലായി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമുക്കില്ല. നമ്മളെന്തായി അങ്ങ് പാശ്ചാത്യത്തിലേക്ക് നിൽക്കും. അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ച മാർഗമല്ല ഞാൻ നിങ്ങൾ പിന്തുടരുന്നത്. നമ്മളെന്താണ് ഡോക്ടർ കാണിച്ച മാർഗത്തിലേക്കാണ് ഞാൻ നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ബഹുമാനമുള്ള മോമിനികളെ എന്താണ്, ഒരു കുട്ടി തമീസില്ലാത്ത കുട്ടിയാണ്, 30 വയസ്സായി, അദ്ദേഹത്തിൻ്റെ സുന്നത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു തങ്ങളെ ഒരു കുട്ടിയുണ്ട്, തീരെ സുഖമില്ല, ഉണ്ടാക്കേണ്ടത്. ഞാൻ കുട്ടീൻ്റെ സുന്നത്തും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഞാൻ ചോദിക്കും എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. അത് സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് രക്തം നിൽക്കുകയില്ല, കുട്ടി മരിച്ചു പോകും ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, നിങ്ങൾ ബദരീങ്ങൾ അവർക്ക് യാസീൻ ഊതി നോക്ക്, എല്ലാം അല്ലാഹു സലാമത്താക്കുന്ന. അതിന് ഞാൻ പറയും ചെയ്തു, നിങ്ങൾ വെള്ളം വെക്കുക, വാദ്യ ഊതുക, യാസീൻ മുബീൻ്റെ അടുത്ത് ഊതുക, പിന്നെ അല്ലാഹു ഗുലോബിനാസ് എല്ലാം ഊതി നിങ്ങൾ കുടിച്ച് ആ കുട്ടിനെ കുളിപ്പിച്ചടയുന്നത്. അങ്ങനെ 39ാമത്തെ അങ്ങനെ തന്നെ ചെയ്തു. 39ാമത്തെ ദിവസം ആ കുട്ടിനെ ഉറക്കിലെന്തായി സുന്നത്താക്കിയ സുന്നത്ത് ചെയ്തു. ആര് ചെയ്തത്? ഞാനല്ല, അത് ബദരീങ്ങൾ ചെയ്തു. നിങ്ങൾക്കറിയാം, മൂടബിദിൻ്റെ ഭാഗത്താണ്.
എന്നോട് ഫോണാക്കി അവർ ചോദിച്ച് എന്താക്കേണ്ടത് ഞങ്ങളെ കുട്ടി നോക്കും തെമ്മീസില്ലാതെ കുട്ടി ആ കുട്ടീൻ്റെ പടച്ച് കളിക്കുന്നു. അപ്പോൾ അവരെന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ കുട്ടിൻ്റെ സുന്നത്താക്കിയിട്ടുണ്ട്. ചോര രക്തമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അതിനെ പിന്നെ അവർ എന്നോട് ഫോണാക്കി ചോദിച്ചു താങ്കൾ എന്താ വേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, സുന്നത്ത് ചെയ്യുന്ന ആളുണ്ടല്ലോ മുസ്ലിം, അവരോട് ചോദിച്ചു നോക്കാം അത് ശരിയാണോ ഇല്ലയെന്ന്. അവരെ കൊണ്ട് കാണിച്ചു വളരെ കറക്റ്റാണ്, ഒരു പ്രശ്നവുമില്ല. ഇതാണ് ബഹുമാനമുള്ള മോമിനിയങ്ങളെ നമ്മൾ നീയത്താണ് ഏറ്റവും വലുത്. നമ്മൾ നമ്മാണ് ബിനിയാത്തെന്നാണ്. അപ്പം ഈമാൻ വേണം, നമ്മൾ എന്താണ് നമ്മൾ പിന്നെ നീയത്തുണ്ടാവണം. ബദരീങ്ങളെ കൊണ്ടും അവരെ കൊണ്ടുമാണ് നമ്മളെ സംഗതി ശരിയാവും എന്നുള്ള ഡോക്ടറോ മരുന്നോ കൊണ്ടും അല്ല, അവരെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർമാർ ബദരീങ്ങൾ തന്നെയാണ്. അവരെ കഴിച്ചു വെക്കുന്ന ഒരു രോഗത്തിന് വരാനുമില്ല, ഒരു വിരിക്കിയിരിക്കില്ല. പക്ഷെ അതിനുള്ള വിശ്വാസം വേണം. ഇത് കാക്ക തോപ ചെയ്യുന്ന പോലെ ഇങ്ങനെ എല്ലാ ഇറച്ചിയും കാക്ക വാങ്ങിയിട്ട് പിന്നെ റോട്ടിൽ പോയിട്ട് ഒരു അരക്കൽ വർക്ക് കഴിഞ്ഞു. എൻ്റെ തോപ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇറച്ചിയെല്ലാം നമ്മളത്